വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയിൽ വെച്ച് നടത്തിയ പാനൽ ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: വയനാട് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജെറിനസ് ജെറോഡ്, മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിദഗ്ധനും IAP വയനാട് പ്രസിഡന്റുമായ ഡോക്ടർ ചന്ദ്രശേഖരൻ, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാകേഷ്, മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അർജുൻ CM. പ്രതിരോധ കുത്തിവയ്പ്പുകളെക്കുറിച്ചുള്ള ചർച്ചയുടെ അവസാന ഭാഗം ഇന്നു കേൾക്കാം. ആൾക്കാർക്കൊരു സംശയമുണ്ട്. ഈ വാക്സിനുകൾക്ക് സാധാരണ വേദന ഉണ്ടാവുമല്ലോ. ഈ വേദന ഇല്ലാത്ത വാക്സിന് ഗുണമുണ്ടോ? അങ്ങനെ സംശയമുണ്ട്. ഡോക്ടർ അർജുൻ എന്താ പറയാനുള്ളത്? ചില കുട്ടികൾക്ക്, ചില അമ്മമാർക്ക് സംശയമുണ്ട്. അതായത് വാക്സിൻ എടുക്കാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ടില്ല, മിസ്സായി, എന്തെങ്കിലും കാരണങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികൾ ആദ്യം മുതലേ വാക്സിനേഷൻ എടുക്കണോ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എടുത്താൽ മതിയോ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ വാക്സിനേഷനിൽ കൂടുതലും വേദന ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പെൻറ്റാവാലൻ വാക്സിനിലെ പെർട്ടൂസിസ് എന്ന് പറഞ്ഞ വില്ലൻ ചുമയ്ക്കെതിരെയുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതാണ് ഈ വേദനയും പനിയും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ വേദനയില്ലാത്ത വാക്സിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾ കൊടുക്കുന്നത് അസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിനാണ്. അതായത് പെർട്ടൂസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ചില പ്രത്യേക ആൻറ്റിജനുകൾ മാത്രം എടുത്തിട്ടുണ്ടാക്കുന്ന വാക്സിനാണ്. പക്ഷേ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്നത് ഹോൾ സെൽ പെർട്ടൂസിസ് വാക്സിനാണ്. അതായത് ആ ബാക്ടീരിയയുടെ ഏകദേശം മുഴുവൻ ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാക്സിൻ, ഹോൾ സെൽ വാക്സിനുകൾ, പെർട്ടൂസിസ് വാക്സിന് കൂടുതലും വേദനയും പനിയും ഉണ്ടാവുന്നത്. ഇതിൻ്റെ പ്രതിരോധശേഷി നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം WHO പുതിയ കണക്ക് പ്രകാരം പ്രതിരോധശേഷി രണ്ടിലും ഉണ്ടാവും. പക്ഷേ നീണ്ടു നിൽക്കുന്ന പ്രതിരോധശേഷി കൂടുതലും ഹോൾസെൽ പെർട്ടൂസിസ് വാക്സിനാണ് കാണുന്നത്. ഈ വേദനയില്ലാത്ത അസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിന് ഒരു 10 വർഷം ശേഷം TDAP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂസ്റ്റർ ഡോസുകൾ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വലിയ ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ്. ഈ അസെല്ലുലാർ വാക്സിനുകൾ വരുമ്പോൾ അതിന് ഒരുപാട് വിലയാണ്. ഈ 6 വാക്സിൻ ഒരുമിച്ചുള്ള അസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം 4000-4500 രൂപ വിലയുണ്ട്. അപ്പോൾ അത് ഈ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, 1.5 വയസ്സ്, 5.5 വയസ്സിലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് അധിക ചിലവ് വരുന്നുണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ എടുക്കുമ്പോൾ. അപ്പം പ്രതിരോധശേഷി നോക്കുകയാണെങ്കിൽ ഹോൾസെൽ വാക്സിൻ തന്നെയാണ് കൂടുതൽ നീണ്ടു നിൽക്കുന്ന പ്രതിരോധം നൽകുന്നത്. കുഞ്ഞിന് അലർജി ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ പറ്റുമോ? അതുപോലെ ചുമ, ജലദോഷം, ചെറിയ പനി ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റുമോ? ഇത് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യമാണ്. കുട്ടിക്ക് പനി, ചുമ. അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള പനിയും ചുമയും വരുമ്പോൾ അത് വാക്സിനേഷനെ ബാധിക്കുന്നതേ ഇല്ല. വാക്സിൻ എന്തായാലും എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അന്നേരം നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ അത് വാക്സിനേഷൻ വൈകിക്കുകയും പിന്നെ അതിൻ്റെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. എപ്പോഴാണ് വാക്സിൻ എടുക്കാതിരിക്കേണ്ടതെന്ന് വെച്ചാൽ കടുത്ത പനി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട രീതിയിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വാക്സിനേഷൻ അപ്പോൾ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യാം. പിന്നെ ചോദിച്ചത് അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതായത് ചെറിയ മൂക്കൊലിപ്പ്, ജലദോഷം എല്ലാം നമ്മുടെ നാട്ടിൽ അലർജി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും വാക്സിനേഷന് ബാധിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് അലർജി പ്രശ്നം വരുന്നത് വെച്ചാൽ മുന്നേ ഇതേ വാക്സിൻ എടുക്കുമ്പോൾ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അലർജി വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടണം. എപ്പോഴാണ് അലർജി പ്രശ്നം വരുന്നത് വെച്ചാൽ മുന്നേ വാക്സിൻ, അതായത് മുന്നേ ഇതേ വാക്സിൻ എടുത്തപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ അലർജി ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം വാക്സിൻ എടുക്കുന്നതിന് മുന്നേ ഡോക്ടറോട് പറയണം. അത് ഒന്നെങ്കിൽ അത് മാറ്റിവെക്കുക അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വാക്സിൻ എടുക്കാൻ വേണം. രാകേഷ് ഡോക്ടർ, പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, കുത്തിവയ്പ്പ് എടുത്ത ഉടനെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാമോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ വാക്സിൻ എടുക്കാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, അത് പലർക്കുള്ള ഒരു സംശയമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് വാക്സിൻ നമ്മൾ കുത്തി വയ്ക്കുന്ന മസിലിലോ തൊലിപ്പുറത്തോ കൊടുക്കുന്ന വാക്സിൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ചില വാക്സിൻസ്, ഉദാഹരണത്തിന് പോളിയോ വാക്സിൻ, റോട്ട വൈറസ് വാക്സിൻ എന്നൊക്കെ നമ്മൾ വായിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കൂടെ കൊടുക്കുന്ന വാക്സിനാണ്. അത് വാക്സിൻ കുഞ്ഞിൻ്റെ വയറിലെത്തി അത് ആഗിരണം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ മുലപ്പാൽ കൊടുക്കുന്നത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു സംശയമുള്ളത്, കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മൾ വാക്സിൻ കൊടുക്കണോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അധികം ഈ വാക്സിനേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കറിയാം കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ വിശപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി കരച്ചിൽ കൂടും. അപ്പോൾ ഭക്ഷണം കൊടുത്ത് അവരെ ശാന്തരാക്കിയതിന് ശേഷം മാത്രം വാക്സിൻ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നീടൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സിൻ എടുത്ത ഭാഗത്ത് തടിപ്പുണ്ട്, നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണോ, അവരെ കുളിപ്പിക്കാൻ പാടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാക്സിൻ കുത്തിയ സ്ഥലം ചോപ്പുണ്ടെങ്കിലും തടുപ്പുണ്ടെങ്കിലും അമർത്തോ തിരുമോ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ എന്തായാലും നമ്മൾ കുളിപ്പിക്കണം. കാരണം അവിടെ വെച്ച ഭാഗത്ത് വൃത്തിയായി ഇരുന്നില്ലെങ്കിൽ
പിന്നെ ഭാവിയിൽ അവിടെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ വാക്സിനേഷൻ വരുമ്പോൾ എന്തായാലും കുളിപ്പിച്ച് കൊണ്ടുവരണം. കാരണം നമ്മളവിടെ കുത്തിവെപ്പാണ് എടുക്കുന്നത്. അപ്പോൾ തൊലിപ്പുറത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ സൂചി കുത്തുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മളോട് വാക്സിൻ വെക്കുന്ന സ്ഥലവും നന്നായി വൃത്തിയായിക്കൊണ്ട് തന്നെയാണ് വാക്സിനേഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരേണ്ടത്. പിന്നെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ കരയുന്നതായിട്ട് കാണാം. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുട്ടി വിശന്നിരിക്കാം, ഇല്ലെങ്കിൽ വാക്സിനേഷൻ വെച്ചത് കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ചെറിയൊരു തടിപ്പുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും വേദന ഉണ്ടാവും. അപ്പോൾ നിർദ്ദിഷ്ട സമയത്ത് പാരസെറ്റമോൾ പറഞ്ഞ ഡോസിൽ തന്നെ കൊടുക്കുക. പിന്നെ കുഞ്ഞിനെ തോളിലിടുക, സാന്ത്വനപ്പെടുത്തുക. പിന്നെ ഇത് കഴിഞ്ഞിട്ടും ഒരു തുടർച്ചയായി കുഞ്ഞ് 3 മണിക്കൂറിൽ കൂടുതൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. സാർ, ഒരു സംശയമുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം എല്ലാ വാക്സിൻസും എൻ്റെ കുട്ടിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാ വർഷവും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എക്സ്ട്രാ ഡോസ് കൊടുക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ശാസ്ത്രീയമായിട്ട് നമുക്ക് എങ്ങനെയാണത് വിശദീകരിക്കാൻ കഴിയുക? ഈ പൾസ് പോളിയോ പോലുള്ള സംവിധാനങ്ങൾ അത് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ സംവിധാനം ഉഷാറാക്കുന്നതിലുപരിയായിട്ട് സമൂഹത്തിൽ തന്നെ ഈ രോഗാണുവിനെ തന്നെ ഇല്ലാതാക്കാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഇത് പൊതുവിൽ ആളുകളിൽ ഒരേ സമയം തന്നെ വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ആ രോഗാണുവിൻ്റെ സംക്രമണം തടയുകയാണ്. അതുകൊണ്ട് അത് എല്ലാവരെയും പങ്കാളിത്തണമെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഈ രോഗാണുവിൻ്റെ ഒരു ആളിൽ നിന്ന് വേറൊരാൾക്ക് പകരുന്ന രീതി അതില്ലാതാക്കുകയും അന്തരീക്ഷത്തിൽ തന്നെ ആ രോഗാണുവിനെ തുടച്ചു നോക്കുകയും ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പൾസ് പോളിയോ പോലുള്ള സമൂഹ കുത്തിവയ്പ്പ് പദ്ധതികൾ നടപ്പാക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ കുത്തിവയ്പ്പെടുത്ത കുട്ടികളും ആ പദ്ധതിയിൽ പങ്കാളികളാവേണ്ടതാണ്. അതിൻ്റെ പേരിൽ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ലാതെ മാത്രമല്ല ഓരോ വാക്സിനും ആക്ച്വലി അവരവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് ഒരു ദോഷവും കുട്ടിക്ക് സംഭവിക്കില്ല. ഇതോടൊപ്പം തന്നെ പറയേണ്ടത് ഈ വരുന്ന ജൂൺ 28-ാം തീയതി പൾസ് പോളിയോ ദിനമാണ്. അതിൽ നമ്മുടെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ശരിയാണ്, നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലും പോളിയോ ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്ത അവസ്ഥയാണുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ വ്യാപനം ഉള്ളതുകൊണ്ട് നമ്മൾ അത് ജാഗരൂകരായിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പൾസ് പോളിയോയിൽ എല്ലാവരുടെയും ആ സജീവമായ സഹകരണം ആവശ്യമാണ്. രാകേഷ് ഡോക്ടർ, നമ്മൾ ഈ മാസം തികയാതെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ കുട്ടികളെ പോലെ തന്നെ വാക്സിൻ നൽകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ ശരീരഭാരം തീരെ കുറവാണല്ലോ, അപ്പോൾ അവർക്ക് വാക്സിൻ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതുകൂടാതെ അപസ്മാരമുള്ള കുട്ടികളിൽ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് ആൾക്കാർ. അപ്പോൾ അതിന് എന്താ പറയുക? അപ്പോൾ നമ്മൾ പ്രീ ടൈം ബേബീസ്, അതായത് മാസം തികയാതെ ഉള്ള കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള ദിവസമാണ് നോക്കുക. അപ്പോൾ അത് പ്രകാരം ഉള്ള ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ മതി. ആ പ്രകാരമുള്ള വാക്സിൻസ് നമുക്ക് അവർക്ക് എന്തായാലും കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു സംശയം, നമുക്ക് അപസ്മാരമുള്ള കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ സെറിബ്രൽ പാൽസി പോലുള്ള അവസ്ഥ ഉള്ള കുട്ടികൾക്ക് അപസ്മാരം കൂടെ കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്തായാലും ഈ വാക്സിൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. ശരിക്കും അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം അവർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും. വീട്ടിലാർക്കെങ്കിലും പനി, ചുമ അതൊക്കെ വരുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എന്നാൽ ചില അപസ്മാരങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസീസസ് എന്ന് പറയും, അങ്ങനെയുള്ളവർക്ക് നമുക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ വാക്സിൻ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഡോക്ടർ രാകേഷ് പറഞ്ഞൊരു കാര്യത്തിൽ സാധാരണ പനി വരുമ്പോഴുള്ള അപസ്മാരം വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും പ്രതിരോധ കുത്തിവയ്പ്പിനുള്ളൊരു തടസ്സമായിട്ടേ വരില്ല. മറ്റ് ഒരു കാര്യം പറഞ്ഞ് വളരെ വളരെ അപൂർവമായ കാര്യങ്ങൾ, ഇത് തലച്ചോറിന് കാര്യമായ ഡാമേജ് ഉണ്ടായി തീരെ മോശമായിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ തടസ്സമുള്ളൂ. അല്ലാതെ സാധാരണയില്ല പനി വരുമ്പോഴുള്ള അപസ്മാരം ഒരു തടസ്സമേ അല്ല എന്ന് അത്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, അത്തരം കുട്ടികൾക്ക് നമ്മൾ പനിയുടെ മരുന്നും അവർ കഴിക്കാറുള്ള അപസ്മാരത്തിൻ്റെ ഗുളികയും ഫ്രിസിയയും ഗുളികയും ഒപ്പം തന്നെ കൊടുക്കണം എന്ന് മാത്രം. പക്ഷേ ഒരിക്കലും സാധാരണയിലുള്ള പനി വരുമ്പോഴുള്ള അപസ്മാരം കുത്തിവയ്പ്പിന് തടസ്സമേ അല്ല. അതുപോലെ തന്നെ ഈ തൂക്കക്കുറവ് ഒരിക്കലും കുത്തിവയ്പ്പെടുക്കുന്ന തടസ്സമല്ല. ആൾക്കാർക്കിടയിൽ അത്തരം ഒരു വിശ്വാസമുണ്ട്. പക്ഷേ അത്തരം കുട്ടികൾക്കാണ് കൂടുതൽ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത്തരം തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുന്ന ശാസ്ത്രീയമായ രീതിയിൽ യാതൊരു തടസ്സവും ഇല്ല. അർജുൻ ഡോക്ടറെ, നമ്മൾ BCG വാക്സിൻ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ BCG എടുത്തവർക്കും ചിലർക്ക് ഈ ശ്വാസകോശ സംബന്ധമായ TB കണ്ടുവരുന്നുണ്ട്.
അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം? BCG വെച്ചിട്ട് TB വരുന്നതിനുള്ള കാരണം എന്താണ്? BCG വാക്സിനേഷൻ നമ്മൾ നൽകുന്നത് സാധാരണ ക്ഷയരോഗത്തിന് വേണ്ടിയല്ല. അത് ശരിക്കും ഗുരുതരമായ TB അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് TB മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന TB, അല്ലാതെ ശരീരത്തിൽ മൊത്തമായിട്ട് ബാധിക്കുന്ന മിലിയറി TB എന്ന അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BCG വാക്സിൻ നൽകുന്നത്. അർജുൻ ഡോക്ടറെ, ഇപ്പോൾ നമ്മൾ കൂടുതലായി കേട്ട് വരുന്ന ഒരു വാക്സിനാണ് HPV വാക്സിനേഷൻ. അപ്പോൾ എന്താണ് ഈ HPV വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? HPV വാക്സിൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിനാണ്. നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറും രണ്ടാമത് സെർവൈക്കൽ ക്യാൻസറാണ്, അതായത് ഗർഭാശയഗള ക്യാൻസർ. ഈ സെർവൈക്കൽ ക്യാൻസർ 99% ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ നമ്മൾ ഗർഭാശയഗള ക്യാൻസർ മൂലമുള്ള സ്ത്രീകളിലെ മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ HPV വാക്സിൻ കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ വാക്സിനേഷൻ ഒന്നുമല്ല. നമ്മുടെ ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ നമ്മൾ മുന്നേ തന്നെ ഈ HPV വാക്സിൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഏകദേശം 200ഓളം സ്ട്രെയിനുകളുണ്ട്. അതിൽ ഈ 16ഉം 18ഉം സ്ട്രെയിനുകളാണ് ഈ 85% ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്ട്രെയിനുകൾ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ തന്നെ 611 എന്ന് പറഞ്ഞ ജെനറ്റൽ വാർഡ്സ് ഉണ്ടാക്കുന്ന സ്ട്രെയിനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വാഡ്രിവാലന്റ് വാക്സിനാണ് നമ്മളിപ്പം കുട്ടികൾക്ക് നൽകുന്നത്. ഇതൊരു ക്യാമ്പയിൻ മോഡിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ്. അത് ഈ മാസത്തോടെ അവസാനിക്കും. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 14 മുതൽ 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ഈ വാക്സിൻ നൽകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വാക്സിനേഷനിലൂടെ 100% വാക്സിനേഷനിലൂടെ കൂടാതെ വാർഷിക ആരോഗ്യ ചെക്കപ്പിലൂടെ ഈ സെർവൈക്കൽ ക്യാൻസർ മൂലമുള്ള മരണം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അടുത്ത തലമുറയിലേക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. HPV വാക്സിൻ ഇപ്പം 14 വയസ്സും 15 വയസ്സും വരെയുള്ള പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മെയ് 31 വരെ നമ്മുടെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ, എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വാക്സിനേഷൻ എന്തായാലും എടുക്കണം. മെയ് 31 എടുക്കുന്നതായിരിക്കും നല്ലത്. സാർ, നമ്മൾ ഈ പ്രോഗ്രാം അവസാനിക്കാറായി. സാറിന് നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വലിയ അനുഗ്രഹമാണ്. കാരണം ഒരു കാലത്ത് നാട്ടിൽ വസൂരിയും പോളിയോയും നടമാടിയിരുന്ന കാലത്തിൽ നിന്ന് ഇന്ന് അതെല്ലാം ഇല്ലാത്തൊരു സമൂഹം നമുക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് പോളിയോ ബാധിച്ച് വികലാംഗരായ ആൾക്കാരുടെ എണ്ണം ധാരാളമായിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ അത്തരം ആൾക്കാരെ കാണുന്നില്ല. വികലാംഗരായിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടുള്ള വികലാംഗർ മാത്രമേ കാണുന്നുള്ളൂ. അതായത് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പ് സംവിധാനം എത്രമാത്രം ഫലപ്രദമാണെന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണുള്ളത്. ഈ രോഗങ്ങളെല്ലാം, അതായത് ഇപ്പോൾ വില്ലൻ ചുമ എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ ചുമച്ച് വില്ലുപോലെ ചുമക്കുന്നതാണ് അതിനർത്ഥം. നിലങ്കാരി ചുമ എന്ന് പറയും. ചുമച്ച് നിലങ്കാരും എന്നാണ് പറയുന്നത്. അത്തരം ഗുരുതരമായ അസുഖങ്ങളാണ്. വന്നു കഴിഞ്ഞാൽ ചികിത്സയില്ല. 90-ാം കൊരാന്ന് പറയാറുണ്ട്. 90-ാം കൊരാണെങ്കിൽ 90 ദിവസം പിടിക്കുന്നതാണ് പറയുന്നത്. അത്രയും ഗുരുതരമായ രോഗങ്ങളാണ്. ഇതൊരു ഉദാഹരണമാണ്. അതുപോലെ ഡിഫ്തീരിയ എന്ന അസുഖം, തൊണ്ടയിലൊരു രോഗാണുബാധ വന്നിട്ട് അവിടുന്ന് അത് വ്യാപിച്ച് വെള്ളമിറക്കാൻ പറ്റാതായി പോവുകയും ഹൃദയത്തിനെ ബാധിക്കുകയും മരണകാരണമാവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. ടെറ്റനസ് നമുക്കറിയാം, നമ്മൾ പോയിസൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ മുള്ളിക്കൂടൊക്കെ വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ മുറികളൊക്കെ വന്ന് കയറി കഴിഞ്ഞെങ്കിൽ അത് ബാധിച്ച് തലച്ചോറിനെ ബാധിച്ച് മരിക്കാൻ സാധ്യതകളാണ്. ഇത്തരം മരണകാരണമായ നിരവധി അസുഖങ്ങൾക്കെതിരെയുള്ള കുത്തിവയ്പ്പാണത്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും യാതൊരു വിധത്തിലും ഉപേക്ഷയും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് അവർക്ക് അവരുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കൃത്യമായി എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വാട്സപ്പിലും മറ്റ് പല നിക്ഷിപ്ത തലപ്പേരക്കാരും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം പ്രചരണങ്ങൾ കുടുങ്ങാതെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാം. നിങ്ങൾക്കറിയാം, ചുറ്റിലും 100,000 ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഈ തെറ്റായ പ്രചരണങ്ങൾ കുടുങ്ങാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പ്രതിരോധ കുത്തിവയ്പ്പുകൾ സഹകരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അവരുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കൃത്യസമയത്ത് എടുക്കുകയും അങ്ങനെ അവരെ ഒരു തലമുറയെ സുരക്ഷിതരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും നൽകാവുന്ന ഒരു സന്ദേശം. ശ്രോതാക്കൾ കേട്ടത് വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയിൽ വെച്ച് നടത്തിയ പാനൽ ചർച്ച. ചർച്ചയിൽ പങ്കെടുത്തവർ: വയനാട് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജെറിനസ് ജെറോഡ്, മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിദഗ്ധനും IAP വയനാട് പ്രസിഡന്റുമായ ഡോക്ടർ ചന്ദ്രശേഖരൻ,
കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാകേഷ്, മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അർജുൻ CM. പ്രതിരോധ കുത്തിവയ്പ്പുകളെക്കുറിച്ചുള്ള ചർച്ചയുടെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം.